ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. കാരണം ഇന്ന് എൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ സർജറി ആയിരുന്നു രാവിലെ. എനിക്കപ്പം പിന്നെ രാവിലെ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ചെങ്ങും പോകേണ്ടി വന്നില്ല. എന്നാലും എന്തെങ്കിലും കാരണവശാൽ ബിസിയായി പോയാലോ എന്ന് കരുതിയിട്ട്, കാരണം എന്നും വീഡിയോസ് ഇങ്ങനെ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ശ്മശാനം മൂകതയായി പോകുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും മാക്സിമം വീഡിയോ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പം 1900 സബ്സ്ക്രൈബേഴ്സ് ആകുന്നു, 2K അടുക്കുന്നു. അപ്പം എന്നെ ഇത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എങ്ങനെയാണ് നിങ്ങളോട് എനിക്ക് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള എൻ്റെ ഫീഡ്ബാക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല നല്ല വീഡിയോസ് തരിക, പിന്നെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് എൻ്റെ ഞാൻ കണ്ടുപിടിച്ചേക്കുന്നുള്ള ഒരു പോകാൻ വഴി. അതുപോലെ തന്നെ എനിക്ക് വിശ്വാസമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു കൽക്കത്തിൻ്റെ വീഡിയോ ഇട്ടപ്പം അതിന് 1K വ്യൂവേഴ്സ് ആകുന്നു. കാരണം എനിക്ക് സിനിമാ പാട്ടുകൾ ബാൻ ആയ സമയം തൊട്ട്, അതായത് എനിക്ക് റിജക്ഷൻ വന്ന് തുടങ്ങിയ സമയം തൊട്ട് ഞാൻ അത്ര കളർഫുൾ അല്ല ചാനൽ. കാരണം എനിക്ക് എൻ്റെ ഓൺ കണ്ടൻറ്റ് തന്നെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ എനിക്ക് ഈ കൽക്കത്തിൻ്റെ ഒരു വീഡിയോ വന്നപ്പോൾ തൊട്ട് എനിക്ക് 1K ആദ്യമായിട്ടാണ് അതിന് ശേഷം എനിക്ക് കയറുന്നത്. കാരണം ഇങ്ങനെ എനിക്ക് നിങ്ങൾക്ക് വന്യമൃഗങ്ങളെയൊക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ജീവികളെയൊക്കെയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ തിരുവനന്തപുരം മ്യൂസിയത്തിൽ പോയി ഒരു റൂം എടുത്ത് റെൻ്റ് എടുത്ത് താമസിക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു മോട്ടിവേഷൻ പോലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അതായത് ഒരു മഞ്ഞ പാൻറ്റും ഒരു വെള്ള ഷർട്ടും ഒക്കെ ഇട്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് എനിക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടമെന്നൊക്കെ. എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ പറഞ്ഞു അവർക്ക് ഭയങ്കര ഇൻസ്പിറേഷനായ ആ ഒരു ടോക്ക്, അങ്ങനെയുള്ള ടോക്കുകൾ ഇടുക എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് പുതിയ തീരുമാനം പുള്ളി ലൈഫിൽ എടുത്തിട്ടുണ്ട്. ഇനി മുതൽ പുള്ളിക്കാരൻ അങ്ങനെ ജീവിക്കൂ, കൂടുതൽ പുള്ളിക്കാരനെ ഇമ്പോർട്ടൻസ് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് വിളിച്ച് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഹാപ്പിയാണ്. കാരണം നമുക്കറിയാത്ത വ്യക്തികൾ നമ്മളെ വിളിച്ച് അങ്ങനെ ഓരോന്ന് പറയുമ്പോഴും, നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് ഇത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ശരിക്കും എക്സൈറ്റഡാണ് ഞാൻ. പിന്നെ എല്ലാവരും എന്നോട് പറയുന്നു, ഇൻസ്റ്റയായിട്ട് അത്രയും കളർഫുൾ അല്ലല്ലോ യൂട്യൂബ് ചാനലിന്. ഒന്നെന്ന് വെച്ചാൽ ഞാനൊരു ന്യൂ കമറാണ്. ഞാൻ 2 മാസം ആയിട്ടില്ല യൂട്യൂബിനകത്തോട്ട് വന്നിട്ട്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടും വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടും. എന്നിട്ടും എന്നെ യൂട്യൂബിനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്ന വ്യക്തികൾ പറയുന്നു എന്നിട്ടും എനിക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിലൊന്ന് ക്ലിക്കാണ് ചിലർ 6 മാസം 1 വർഷം കൊണ്ടാണ് 1K ഓരോ വീഡിയോയ്ക്കൊക്കെ കിട്ടുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം കുറച്ചൊക്കെ ഞാൻ ഇതാണ് എന്നാണ് അവർ പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആനയെപ്പറ്റി ഒന്നും തന്നെ പറയാൻ അറിയില്ല. കാരണം എനിക്ക് ആകെ ഉള്ള അറിവെന്ന് വെച്ചാൽ ഈ ആനയുടെ കൊമ്പിന് ഭയങ്കര വിലയാകും. അതുപോലെ തന്നെ ഈ 2 ചെവി ഉള്ളത് കൊണ്ട് അതിന് നമ്മളെ ആനയ്ക്ക് അതിൻ്റെ വലിപ്പം അറിയില്ലെന്നും, അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റിനെ അവർ മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പിന്നെ ആന ഒരു സസ്യബുക്കാണ്, അത് കൊച്ചിലോട്ട് പഠിക്കുന്നവരുണ്ട്. ഇതല്ലാതെ എനിക്ക് ആനയെപ്പറ്റി ഒന്നും തന്നെ അറിയത്തില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മൊത്തം ആർട്ടിഫിഷ്യലായി പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ആരും ആ മോട്ടിവേഷൻ്റെ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നമുക്കാരും സന്തോഷവും സ്നേഹമൊന്നും ആരും കൊണ്ടു തരത്തില്ല. സന്തോഷം നമ്മൾ തന്നെത്താൻ എന്തെങ്കിലും നമ്മുടെ പ്രവൃത്തിയിലൂടെ കണ്ടെത്തി നമ്മൾ സന്തോഷിക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആർക്കും നമ്മളെ പേഴ്സണലി സന്തോഷിപ്പിക്കാനോ ആർക്കും ടൈമില്ല, ആരും അതിനുള്ള എഫേർട്ട് എടുക്കില്ല. നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തുക. പിന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്തു വേണം നമ്മൾ സ്നേഹവും ബഹുമാനവും മേടിക്കാൻ. നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പം നമ്മൾ യഥാർത്ഥ സ്നേഹവും അതുപോലെ തന്നെ കാര്യം കണ്ടിട്ട് പോകാനുള്ളവരെയും നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ പാതി വരെ നമ്മൾ സക്സസ് ആണ്. ഇപ്പം എനിക്ക് മനസ്സിലായി ഈ ചേട്ടൻ എന്തിനാണ് ഈ ആനയുടെ ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പം ഇത്രയും തുള്ളിയതും കലിച്ചതെന്ന് എനിക്കിപ്പം മനസ്സിലായി. അപ്പം ബായ്, നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.